കുഞ്ഞുവാവേ, വലുതാവുമ്പോൾ ആരാവാനാണ് വാവയ്ക്കിഷ്ടം? മുതിർന്നവർ നമ്മളോട് ചോദിക്കുന്ന ഈ ചോദ്യം നമ്മുടെ മനസ്സിൽ വലിയ സ്വപ്നങ്ങളും നല്ല നല്ല ആഗ്രഹങ്ങളും നിറയ്ക്കാൻ സഹായിക്കും, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് നമ്മുടെ എല്ലാം നാട്ടിലുള്ളതുപോലെ ഒരു മിടുക്കൻ പയ്യന്റെ കഥ കേൾക്കാം. മനുവിന്റെ കഥ. അങ്ങ് ദൂരെ ഒരു ഗ്രാമത്തിൽ മുൻനിരയിലെ താരമായിരുന്നു മനു. പഠനത്തിൽ 1ാം സ്ഥാനം നേടി മികച്ച വിദ്യാർത്ഥി പുരസ്കാരം വാരിക്കൂട്ടിയ മിടുക്കൻ. കായികത്തിലും കലാപരിപാടികളിലും എല്ലാം അവന്റെ ചിരിക്കുന്ന മുഖം തന്നെ ആയിരുന്നു മുന്നിൽ. ആ നാട്ടുകാരുടെ എല്ലാം വാത്സല്യം നിറഞ്ഞു കണ്ണത് അവനിലായിരുന്നു. ഒരു സാധാരണ കുടുംബത്തിൽ പിറന്ന മനുവിന് വലിയ സ്വപ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ നന്നായി നോക്കാനും ഗ്രാമത്തെ സേവിക്കാനുമായി അവൻ തിരഞ്ഞെടുത്തത് ഡോക്ടർ എന്ന മാർഗമായിരുന്നു. ആ സ്വപ്നം പൂവണിയുന്നത് കാത്തിരിക്കുകയായിരുന്നു അവന്റെ കുടുംബവും നാടും. +2 പാസ്സായി മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്ക് കഠിനാധ്വാനം ചെയ്ത സമയത്താണ് വിധി മാറി മറിഞ്ഞത്. ഒരു വൈകുന്നേരം സൈക്കിളിൽ പോകുമ്പോൾ നിയന്ത്രണം തെറ്റിയ ഒരു വലിയ ട്രക്ക് അവനെ ഇടിച്ചു തെറിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ കണ്ണുകൾ തുറന്ന് അവൻ കണ്ടത് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗമായിരുന്നു. വെപ്രാളത്തോടെ ഓടുന്ന നേഴ്സുമാർ, വേദനയിൽ നിലവിളിക്കുന്ന രോഗികൾ, യന്ത്രങ്ങളുടെ മുഴക്കം. അതിനിടയിൽ അവന്റെ ശരീരം ചലനമറ്റ നിലയിൽ ഒരു ട്രോളിയിൽ കിടന്നു. നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ അവന്റെ കാലുകൾ തളർന്നു പോയിരുന്നു. ആ സമയത്ത് ദൂരെ 2 ആളുകൾ സംസാരിക്കുന്നത് മനു കേട്ടു. ഇവനിനി നടക്കാൻ പോലും കഴിയില്ല, ഇവൻ എങ്ങനെ ഡോക്ടർ ആകാനാ? നമ്മുടെ എല്ലാ പ്രതീക്ഷയും നശിച്ചു. ഈ വാക്കുകൾ കേട്ട് മനുവിന് വല്ലാതെ സങ്കടമാണ്. അവന്റെ കാലുകൾ ഉപയോഗശൂന്യമായി എന്ന് മനു മനസ്സിലാക്കി. അവന്റെ ജീവിതം ഒരു വീൽ ചെയറിൽ ഒതുങ്ങിപ്പോയെന്നും അവന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നുവെന്നും അവൻ വിശ്വസിച്ചു. ഒറ്റയ്ക്ക് എഴുന്നേക്കാനോ ഭക്ഷണം കഴിക്കാനോ പോലും അവന് കഴിയുന്നില്ല. ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പോലും മറ്റൊരാളുടെ സഹായം വേണ്ടി വന്നു. ഇത് അവനിൽ വലിയ മാനസിക വശമുണ്ടാക്കി. ആരുമായും സംസാരിക്കാതെ തന്റെ പുസ്തകങ്ങളെല്ലാം മാറ്റിവെച്ച് അവൻ ഒറ്റയ്ക്കിരുന്നു. അങ്ങനെ ആ ഇരുട്ടിൽ അവന്റെ മനസ്സിന് വെളിച്ചമേകാൻ ഒരു ആശാവർക്കർ സഹായത്തിന് വന്നു. ഭിന്നശേഷിയുള്ളവരെ സമൂഹം എങ്ങനെ സഹായിക്കണം എന്ന് മനു മനസ്സിലാക്കി. തന്റെ പ്രശ്നം ശരീരത്തിനല്ല ചിന്തകൾക്കാണെന്ന് അവന് ബോധ്യപ്പെട്ടു. സാമൂഹിക പിന്തുണ തനിക്കുണ്ടെന്നും അവൻ തിരിച്ചറിഞ്ഞു. ആദ്യം UDID കാർഡ് എടുക്കാൻ ആശാവർക്കർ മനുവിനെ ഉപദേശിച്ചു. ഭിന്നശേഷി നില ഉറപ്പാക്കുന്ന ആദ്യ പടിയായിരുന്നു അത്. അക്ഷയ കേന്ദ്രം വഴി ആ കാർഡിനായി രജിസ്റ്റർ ചെയ്യാമെന്നും അതുവഴി സർക്കാരിന്റെ ആനുകൂല്യങ്ങളും സംവരണവും ലഭിക്കുമെന്നും ആശാവർക്കർ മനുവിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. മനുവിന്റെ അവസ്ഥയിൽ സഹായങ്ങൾ പലതുണ്ടായിരുന്നു. 2016 ഭിന്നശേഷിക്കാരുടെ അവകാശ നിയമമായ RPWD ആക്ട് പ്രകാരമുള്ള സഹായ ഉപകരണ വിതരണ പദ്ധതി വഴിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതി വഴിയും സൗജന്യ വീൽ ചെയർ ലഭിക്കാൻ അർഹതയുണ്ടെന്ന് ആരോഗ്യ പ്രവർത്തകർ വിശദീകരിച്ചു. ഇത് അവന്റെ സഞ്ചാരം എളുപ്പമാക്കും. കൂടാതെ വിദ്യാർത്ഥിയായ മനുവിന് സാമൂഹ്യനീതി വകുപ്പിന്റെ വിദ്യാകിരണം പോലുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ വഴി അവന്റെ മെഡിക്കൽ പ്രവേശനത്തിനും സർക്കാർ ജോലികളിലെ 4% സംവരണത്തിനും അർഹത നേടാം. ഇത് ഫാക്കൽറ്റി ജോലികൾ വരെ ഉൾപ്പെടാം. ഈ നിയമപരമായ പിന്തുണ ഉപയോഗിച്ച് അവൻ പഠനം തുടരാൻ തീരുമാനിച്ചു. പ്രതീക്ഷ ലഭിച്ച മനു കഠിനമായി പരിശ്രമിച്ചു. ഫിസിയോതെറാപ്പിയും ചികിത്സകളും വഴി ശരീരം കരുത്തുറ്റതാക്കി. അവൻ മെഡിക്കൽ പഠനം പൂർത്തിയാക്കി. ഡോക്ടറായ മനു അതേ വേദന അറിയുന്നവരെ സഹായിക്കുവാൻ പുനരധിവാസ വിദഗ്ധനുമായി മാറി. ഇന്ന് ഡോക്ടർ മനു തളർന്നു പോയവന്റെ ജീവിതങ്ങൾക്ക് വെളിച്ചം നൽകുന്ന വിദഗ്ധനായി മാറിയിരിക്കുന്നു. അവൻ തന്റെ ലക്ഷ്യം നേടുകയും ഒപ്പം സുഹൃത്തായ പെൺകുട്ടി മനുവിന്റെ ജീവിത പങ്കാളിയാകാൻ തീരുമാനിച്ച് മനുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി ഭിന്നശേഷിക്കാരെ ഉൾക്കൊള്ളുന്ന സമൂഹങ്ങളെ വാർത്തെടുക്കുക എന്നതാണ് ലോക ഭിന്നശേഷി ദിനത്തിന്റെ സന്ദേശം. മനുവിന്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടത് ദയയല്ല, അവകാശങ്ങളും അവസരങ്ങളുമാണെന്നതാണ്. സാമൂഹികപരമായ പിന്തുണയും സഹായ ഉപകരണങ്ങളും ലഭിച്ചപ്പോൾ നടക്കാൻ കഴിയില്ലെന്ന് വിധി എഴുതപ്പെട്ട മനു ഡോക്ടറായി സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കുന്നു. മനുവിന്റെ ജീവിതത്തിൽ ഈ മാറ്റത്തിന് നാന്ദി കുറിച്ച ആശാ വർക്കറെ അവനും അവന്റെ ഗ്രാമവും എന്നും ഓർക്കും. ഭിന്നശേഷിക്കാരെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.